ചെയ്തു നാം കൊടുക്കേണ്ടതാ. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് ശ്രേഷ്ഠത, ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് ശ്രേഷ്ഠത, ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ, ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. സാക്ഷര കേരളത്തിന്റെ പൂനിലാവായിരുന്നു കൊടപ്പനക്കൽ തറവാട്ടിലെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറഞ്ഞിട്ട് ആരും സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കണ്ട. ഒരു തലമുറയും തരം താഴ്ത്തിയിട്ട് ആ ഗ്രൂപ്പിലുള്ള തങ്ങളാ, ഈ ഗ്രൂപ്പിലുള്ള തങ്ങളാ. മഹാനായ താജുൽ ഉലമയെ തെറി പറഞ്ഞിട്ട് ഒരു സ്വർഗത്തിൽ കാലമുണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് 2415 പള്ളികൾ, 2415 പള്ളികൾ ഇന്ത്യ രാജ്യത്ത് നിർമ്മിച്ച മഹാനാണ് കാന്തപുരമേ ഉസ്താദ്. 73 വയസ്സ് പ്രായമുള്ള വന്ധ്യവയോധികരായ പണ്ഡിതന്റെ മുഖത്തേക്ക് വാക്ക് സഹോദര പോലെയല്ലയോ മുഖം കാണാൻ, ചന്ദ്രമന്ദഹാസം പോലെയല്ലയോ ആ മുഖത്ത് നോക്കാൻ. 73 വയസ്സുകാരന്റെ മുഖമാണോ അത്? അല്ല അല്ല, ഒരു യുവകോമളന്റെ മുഖമാണ്, ഒരു യുവാവിന്റെ ആർജവം, ഒരു യുവാവിന്റെ രക്തത്തുടിപ്പുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ആദർശ പടയോട്ടം. അതാണ് ഖമറുൽ ഉലമ. ഖമർ പോലെയാണ് ഖമറുൽ ഉലമ. അവിടുന്ന് 2415 പള്ളികൾ ഹൃദയത്തിൽ എണ്ണി വെക്കുക, ഹൃദയത്തിൽ എത്തി വെക്കുക. ഇസ്ലാമിക ചരിത്രമെടുത്ത് ഇസ്ലാമിലെ പണ്ഡിതരാ 2415 പള്ളികൾ വെച്ചത്. 1400 വർഷത്തെ ഇസ്ലാമിക ചരിത്രമെടുത്ത് ഞാനും ഞങ്ങളും വളരെ ഇംപ്രഷനായി, വളരെ നിഷ്പക്ഷമായി പടം നടത്തുക. 2415 പള്ളികൾ വെച്ച ലോകത്തേതെങ്കിലും ഒരു പണ്ഡിതരുണ്ടോ എന്ന് തെരുവിന്റെ കവലയിൽ ചായപ്പീടികയിൽ കടത്തിണ്ണയിൽ നിന്നിട്ട് ഫിത്നയും ഫസാദും ഏതൊക്കെയോ മാധ്യമക്കാരൻ അച്ചടിച്ചു വിടുന്ന സ്കലിതങ്ങൾ വായിച്ചിട്ട് ഒലക്കറുക്കകൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ട് തെരുവിന്റെ കവലയിൽ നിന്ന് പറയുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. 2415 പള്ളികളിൽ ഏറ്റവും കുറഞ്ഞത് 2415 ആളുകൾ നിസ്കരിക്കാൻ വരൂലേ ദിവസം? അവർ ഉതുവെടുക്കൂലേ? അവർ സുജൂദ് ചെയ്യൂലേ? അതിന്റെ കൂലിയുടെ ഒരു ഭാഗം അല്ലാഹു അവിടുത്തേക്ക് നൽകാതിരിക്കുമോ? ഒരു പള്ളിക്ക് വേണ്ടി ഒരു കാല് പോലും നാട്ടാൻ കഴിയാത്ത നമ്മൾ എന്തിന് തെരുവിന്റെ കവലയിൽ നിന്ന് അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. കുട്ടി അറിയാതെ വിഷം കുടിച്ചാലും വിഷത്തിനറിയില്ല ഇത് കുട്ടിയാണെന്നും, അറിയാതെയാണ് കുടിക്കുന്നതെന്നും കുട്ടി അടിച്ചു പോകും. അതുപോലെ ആലിമീങ്ങളെ തെറി പറഞ്ഞാൽ അവസാനം മരിക്കുമ്പോ തെരുവിന്റെ കവലകളിൽ വണ്ടി ഇടിച്ചിട്ട് നായ്ക്കൾ പിടഞ്ഞ് മരിക്കുന്നത് കണ്ടിട്ടില്ലയോ? ഒരു പക്ഷേ അതുപോലെ മരിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ ഹൃദയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഒരാളെയും തെറി വിളിക്കണ്ട, ആരെയും ആക്ഷേപിക്കണ്ട. എല്ലാ തങ്ങന്മാരും തങ്ങന്മാരാണ്, എല്ലാ ആലിമീങ്ങളും ആലിമീങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 79 വയസ്സു പ്രായമുള്ള ഇന്ന് താജുൽ ഉലമയുടെ സ്ഥാനത്തുള്ള ആളത്ത് ദർസെടുക്കുന്ന മഹാനായ താഴെപ്പോലുള്ള മുസ്ലിയാർ എന്ന വലിയ ഉസ്താദുണ്ട്. ഒരു ഖറാഅത്ത് പോലും കൊടുന്ന ജീവിതത്തിൽ ചെയ്യാറില്ല. വലിയ പണ്ഡിതനാണ്. ഞാനിങ്ങനെ വഅലിന് പോകാൻ പോയി ചോദിക്കുന്നത് അവിടുത്തെ അടുത്താണ്. അപ്പൊ അവിടുന്ന് പറയും, ഒറ്റ ആലിമിനെ കുറ്റം പറയരുത്, ഒരു തങ്ങളെയും ചെറുതാക്കരുത്. ആരോ എന്ന് പറഞ്ഞോട്ട് നമുക്കെന്താ? നമ്മൾ ആരെയും കുറ്റം പറഞ്ഞു നമ്മുടെ കൽബും നമ്മുടെ നാവും നമ്മുടെ ആക്തിപത്വം നമ്മുടെ ആഹ്റവും നമ്മുടെ ഖബറും നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. എത്ര നല്ല സാരസമായ ഉപദേശം.
നിങ്ങൾക്കറിയുമോ ഖസീദത്തുൽ ബുർദത്തു ശരീഫ അമിൻ തദക്കുരി റാനിം ബിദി സലമി മസജ്ത ദമൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി ഇമാം മുഹമ്മദ് സഈദ് അൽ ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ ബുർദത്തു ശരീഫ ദി സലമിലുള്ള അയൽക്കാരെ നിരക്ഷതിനോ അതല്ല കാലിമതിൻ കാറ്റങ്ങടിച്ചതിനോ ഇരുളുരുട്ട രാത്രിയതിൽ ഇളമെന്ന താഴ്വരയിൽ നിന്നുള്ള മിന്നൽ പ്രകാശം കണ്ട കാരണമോ എന്തിനു പൊന്നു സുഹൃത്തേ നിന്റെ കണ്ണുകളിൽ രക്താശ്രുധാരകൾ നീ ചാരിത്തൊഴുക്കിയത് എന്ന് തുടങ്ങി ഖസീദത്തുൽ ബുർദത്തു ശരീഫയെ മലയാളത്തിൽ വളരെ മനോഹരമായി ഹൃദ്യമായി കാവ്യാവിഷ്കാരം നടത്തിയ വലിയ ഉസ്താദാണ് താഴെക്കൂടത്തൂർ മുസ്ലിയാർ ശൈഖുനാ താജുല്ലാഹിയുടെ സീമന്ത പുത്രനാണ്, സീമന്ത ശിഷ്യനാണ്. ഞങ്ങളോട് ക്ലാസ്സിലേക്ക് പറയടാ താഴെക്കോട് വലിയല്ലെങ്കിൽ പിന്നെ ആരാടാ വലിയ? ശൈഖുനാ ചോദിക്കാറുണ്ട്. ഒരു ഖറാഅത്ത് പോലും അവിടുത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ. ഞാൻ ആദ്യമായി അല്ലാഹു ഉസ്താദിന് സുഖമില്ല ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹബീബിനെ പറ്റി പറയുന്ന പരാമർശം വന്നാൽ അവിടുത്തേക്ക് പിന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സബഅൽ മുഅല്ലഖയും അതുപോലെ ഖുതുബയും അങ്ങനെ ഒരുപാട് കിതാബുകളുണ്ട്. പക്ഷേ ഖുതുബയുടെ കിതാബുകളൊക്കെ എടുക്കുമ്പോൾ ഹബീബിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ താഴെക്കോട് ഉസ്താദ് അറിയാതെ കിതാബ് ഇങ്ങനെ മടക്കി നോക്കും. പിന്നെ കരച്ചിലാണ്, പിന്നെ ക്ലാസ് എടുക്കാൻ കഴിയില്ല. അത്ര വലിയ ഇഖ്ലാസ്, ഹബീബിനോട് അങ്ങേയറ്റത്തെ മുഹബ്ബത്തും കാത്തു സൂക്ഷിക്കുന്ന സൂക്ഷ്മ സമ്പൂർണമായ ജീവിതം നയിക്കുന്ന അല്ലാഹുവിനെ മാത്രം തഖ്വയിൽ എപ്പോഴും പോയി നോക്കിയാലും ഒന്നെങ്കിൽ കിതാബ് മുട്ടാനും ജീവിക്കും. ആരെങ്കിലും പോയി എന്തെങ്കിലും മസല ചോദിച്ചാൽ എനിക്കതറിയില്ല, നിങ്ങൾ അവിടെ വലിയൊരു വേറൊരു ഉസ്താദുണ്ട് പാവ മുസ്ലിയാർ, അദ്ദേഹത്തോട് പോയി ചോദിക്കൂ എന്ന് പറയുന്നു. അത്ര വലിയ വിനയമാണ്, അത്ര വലിയ വിനയമാണ്. അല്ലാഹു